മികച്ച കാലാവസ്ഥയുള്ള ഒരു ദിവസം ബീച്ചിൽ വെയിൽ കായാനെത്തിയവർക്കിടയിലേക്ക് എത്തിയത് സുനാമി മുന്നറിയിപ്പിന് കുപ്രസിദ്ധി നേടിയ ഓർമത്സ്യം. 10 അടിയോളം നീളമുള്ള ഓർമത്സ്യമാണ് ഓസ്ട്രേലിയയിലെ പ്രധാന ദ്വീപുകളിലൊന്നും ഏറ്റവും ചെറിയ സംസ്ഥാനവുമായ ടാസ്മാനിയയിലെ തീരദേശ പട്ടണമായ പെൻഗ്വിനിലേക്ക് എത്തിയത്. നായകളുമായി നടക്കാനിറങ്ങിയ നാട്ടുകാരിലൊരാളാണ് അപൂർവ മത്സ്യത്തെ കാണുന്നത്. വെള്ളി നിറത്തിൽ കണ്ട മത്സ്യത്തെ സമീപത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ഓർമത്സ്യമാണെന്ന് വ്യക്തമാകുന്നത്. എന്താണ് ഓർമത്സ്യം? ഓർമത്സ്യം എന്നത് പാമ്പിനോട് സാമ്യമുള്ള വളരെ നീളമേറിയ ശരീരമുള്ള ഒരു തരം ആഴക്കടൽ മത്സ്യമാണ്. ഇത് സാധാരണയായി ദുരന്ത സൂചനയായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ചും സുനാമി, ഭൂകമ്പം തുടങ്ങിയവ ഉണ്ടാകുന്നതിന് മുൻപായി ഈ മത്സ്യം തീരങ്ങളിൽ കാണാറുണ്ട്. എന്നിരുന്നാലും ഇതിന് ശാസ്ത്രീയമായ തെളിവുകളില്ല. ഓർമത്സ്യങ്ങൾ വിവിധ വിഭാഗങ്ങളുണ്ടെങ്കിലും നിലവിൽ കണ്ടെത്തിയ 10 അടിയോളം നീളമുള്ള ഓർമത്സ്യത്തെ വലുപ്പമേറിയ മത്സ്യത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താനാവുമെന്നാണ് മക്കാരി സർവകലാശാലയിലെ മത്സ്യവിദഗ്ധനായ പ്രൊഫസർ കുലം ബ്രൗൺ വിശദമാക്കുന്നത്. റിബൺ പോലെ നീളമുള്ള ഈ മത്സ്യത്തെ മെലിഞ്ഞ അവസ്ഥയിലാണ് കണ്ടെത്തിയത്. 30 അടിയോളം നീളം വയ്ക്കുന്നവയാണ് ഓർമത്സ്യങ്ങൾ. സമുദ്രോപരിതലത്തിൽ നിന്നും 1500 മീറ്റർ വരെ താഴ്ചയിൽ താമസമാക്കിയ ഇവ വളരെ അപൂർവമായാണ് കടൽ തീരങ്ങളിലേക്ക് എത്താറുള്ളത്. ജാപ്പനീസ് ഐതിഹ്യമനുസരിച്ച് കടൽ ദൈവത്തിന്റെ സന്ദേശവാഹകനാണ് ഓർമത്സ്യം. കാലാവസ്ഥാ പ്രതിസന്ധികളും ഭൂമികുലുക്കവും സുനാമി മുന്നറിയിപ്പുകളും നൽകാനാണ് ഇവ കരയിലെത്തുക എന്നാണ് ജാപ്പനീസ് ഐതിഹ്യങ്ങൾ അവകാശപ്പെടുന്നത്. 2011 ഹുക്കുഷിമ ഭൂകമ്പത്തിനും പിന്നീടുണ്ടായ ഭൂകമ്പത്തിനു മുൻപ് ഓർമത്സ്യങ്ങൾ തീരത്തടിഞ്ഞിരുന്നു എന്നത് ഇവരുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ കാരണമായിരുന്നു. ആരോഗ്യം തകരാറിലായി മരണാസന്നനായി കഴിയുമ്പോഴാണ് ഓർമത്സ്യം കരയിലെത്താറെന്നാണ് ഗവേഷകർ നിരീക്ഷിക്കുന്നത്. ഇതിനു മുൻപ് 1878 ഈ മേഖലയിൽ ഓർമത്സ്യത്തെ കണ്ടെത്തിയതായി രേഖകളുള്ളത്. അതേസമയം ചുറ്റുപാടുകളിലെ മാറ്റങ്ങൾ കാരണമോ ആഴക്കടലിലെ ആവാസ വ്യവസ്ഥയിലെ അസ്വസ്ഥതകൾ കാരണമോ ആകാം ഓർമത്സ്യം ഉപരിതലത്തിലേക്ക് വരുന്നതെന്നാണ് മറൈൻ ബയോളജിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. ആ മാറ്റങ്ങൾ ദുരന്തത്തിനുള്ള സൂചനകളായി കൂടെ എന്നുള്ള മറുചോദ്യങ്ങളും പലപ്പോഴും ഉയരാറുണ്ട്.